ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. ഇന്ന് നമ്മൾ ലൈറ്റ് റൂം എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് നോക്കുന്നത്. ലൈറ്റ് റൂം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, അതൊരു ഇമേജ് കളർ കറക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ഫോട്ടോഷോപ്പിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കളർ കറക്ഷൻ നമുക്ക് ലൈറ്റ് റൂമിൽ ചെയ്യാൻ പറ്റും. അതായത് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആവാത്ത ഒരുപാട് ലാർജ് സൈസ് ഫയൽസ് ഒക്കെ നമുക്ക് ലൈറ്റ് റൂമിൽ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്ത് ഒരുപാട് എഫക്ട്സ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ലൈറ്റ് റൂം നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഫോട്ടോ മാനേജ്മെൻറ്റിനും ഫോട്ടോ മാനിപ്പുലേഷൻസിനും ഫോട്ടോ കളർ കറക്ഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ലൈറ്റ് റൂം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് റൂമിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ നമ്മളായിട്ട് സേവ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അതായത് എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി സേവ് ആവും. നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈറ്റ് റൂം നോക്കാം. ഇതാണ് നമ്മുടെ ലൈറ്റ് റൂമിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് എത്ര ഇമേജ് വേണമെങ്കിലും അറ്റ് എ ടൈം എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് ഒരു 2-3 ഇമേജസ് എഡിറ്റ് ചെയ്യണതെന്ന് നോക്കാം. ഇമ്പോർട്ട് ചെയ്യാൻ ആദ്യം നോക്കാം. നമുക്ക് ലൈബ്രറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ലൈബ്രറി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുള്ളൂ. ജസ്റ്റ് ഇമ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഏത് ഫോൾഡറിലാണോ നമ്മുടെ ഇമേജ് സേവ് ചെയ്തിട്ടേക്കുന്നത് ആ ഫോൾഡറായിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇമേജ് 1 by 1 ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. നമുക്ക് ആവശ്യമുള്ള ഇമേജ് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് റൂം എന്ന് പറഞ്ഞ ഫോൾഡറിൽ ആവശ്യമുള്ള ഇമേജ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓൾ ഫോട്ടോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫോട്ടോസും തന്നെ ആ ഫോൾഡറിലുള്ള എല്ലാ ഫോട്ടോസും സെലക്ട് ആവും. അല്ലെങ്കിൽ നമുക്ക് 1 by 1 ആയിട്ട് ഡീസെലക്ട് ചെയ്യാനും സെലക്ട് ചെയ്യാനും പറ്റും. നമ്മൾ എന്നിട്ട് കോപ്പി എസ് DNG എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുക്കുന്നത്. അതായത് ഡിജിറ്റൽ നാവിഗേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. നമുക്ക് ജസ്റ്റ് അതിനെ സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് കൊടുക്കാം. അപ്പോൾ ആ ഫോൾഡറിലുള്ള എല്ലാ ഇമേജും ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്കിനി 1 by 1 ആയിട്ട് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ലൈബ്രറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിന്ന് മാറി ഡെവലപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് എഡിറ്റിംഗിൻ്റെ ഓപ്ഷൻസ് ഒക്കെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ എല്ലാ ഇമേജും ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ബേസിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് എടുക്കുന്നത്. ഈ ബേസിക് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് മെയിനായിട്ട് 3 ഓപ്ഷൻ എക്സ്ട്രാ സബായിട്ട് കിടക്കുന്നത്. അതായത് വൈറ്റ് ബാലൻസ്, ടോൺ, പ്രസൻസ്. നമുക്ക് ഈ 3 വെച്ച് തന്നെ നമുക്ക് ഒരുപാട് എഡിറ്റിംഗ് നമ്മുടെ ഇമേജസിലൊക്കെ നടത്താവുന്നതാണ്. നമുക്ക് ജസ്റ്റ് വൈറ്റ് ബാലൻസ് ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. ഇതേപോലത്തെ ഒരു പിക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് ന്യൂട്രൽ ഗ്രേ എന്ന് പറഞ്ഞ കളറാണ് നമ്മൾ പിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാ വാല്യൂസും ഒരേപോലെ, അതായത് RGBൻ്റെ വാല്യൂസ് സെയിം ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇമേജിനകത്ത് വ്യത്യാസങ്ങൾ വരും. നമുക്കിവിടെ RGBൻ്റെ വാല്യൂസ് നോക്കാം. ഏകദേശം സെയിം ആയിട്ട് വന്നിടത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ വൈറ്റ് ബാലൻസ് ആയിട്ടുണ്ട്. ഒരു യെല്ലോയിഷ് കളറിലോട്ട് ചേഞ്ച് ചെയ്തു. വേണമെങ്കിൽ നമുക്ക് 2 വ്യൂസ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതായത് നമ്മൾ ഒറിജിനൽ ഇമ്പോർട്ട് ചെയ്ത ഇമേജും നമ്മൾ എഡിറ്റ് ചെയ്ത ഇമേജും അറ്റ് എ ടൈം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ അതിൻ്റെ വ്യത്യാസങ്ങൾ കാണാം. അതായത് നമ്മൾ എഡിറ്റ് ചെയ്ത അല്ലെങ്കിൽ വൈറ്റ് ബാലൻസ് ക്ലിയർ ചെയ്തത് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. നമുക്ക് മുകളിൽ തന്നെ സബ് ഓപ്ഷനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ബിഫോറും ആഫ്റ്റർ എന്നും പറഞ്ഞ് നമുക്ക് അതിൻ്റെ വ്യത്യാസം കാണാം. ഇനി നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ടെമ്പറേച്ചറും ടിൻ്റൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള രീതിക്ക് കളർ ആഡ് ചെയ്യാനും കളർ കുറയ്ക്കാനും എല്ലാം പറ്റും. ഇനി ടോൺ നമുക്ക് സാധാരണ നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ് ഒക്കെ തന്നെയാണ്. ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സിമ്പിളായിട്ടുള്ള എഡിറ്റിംഗ് ഒക്കെ നടത്താൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം.
സാച്ചുറേഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് ഏത് കളറാണോ ആപ്റ്റായിട്ട് തോന്നുന്നത് ആ കളർ സെലക്ട് ചെയ്ത് കളേഴ്സിൻ്റെ വാല്യൂ മാത്രമായിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഹൈലൈറ്റ് ഒക്കെ വേണമെങ്കിൽ കുറയ്ക്കും കൂട്ടുമൊക്കെ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുന്നത്. നമുക്ക് കൂടുതൽ ട്യൂട്ടോറിയൽസിനായി ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻസ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്.